ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ചോരക്കുഞ്ഞ് അവകാശികളില്ലാതായപ്പോൾ ഇവിടെ എത്തി. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ഈ നിലയിലും. ചീപ്പ് കോംപ്ലക്സോ എന്തോ ആരുമില്ലാത്ത എനിക്ക് എല്ലാരുമുള്ള ഗീതുവിനെ നേടാൻ ഒരു വാശി തോന്നി. പട്ടിണി പാവത്തിന് ഭക്ഷണത്തോടുള്ള ആർത്തി, പിച്ചക്കാരന് ലക്ഷത്തിനോടുള്ള മോഹം. അതുപോലെ ഈ ജാരസന്തതിക്ക് തറവാട്ടിലെ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. മുത്തച്ഛനും അച്ഛനും അമ്മയും അനുജത്തിമാരും ഒക്കെയുള്ള തന്നെ സ്വന്തമാക്കാൻ ഒരു മോഹം. ഓഫീസർ പട്ടവും കോവിലകത്ത് ജന്മവുമെല്ലാം ഗീതുവിനെ നേടാൻ പറഞ്ഞ കള്ളങ്ങളായിരുന്നു. അല്ല, എന്താ ധരിച്ചത്? കോട്ടും സൂട്ടും ടൈയും കണ്ട് ഞാൻ ഭ്രമിച്ചു പോയെന്നോ? ബോംബെയിൽ കാണാത്ത ഫാഷനൊന്നും അല്ലല്ലോ ഇതൊന്നും. ഡാഡിയും മമ്മിയും നാട്ടിലെ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞപ്പോ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലെ നിഷ്കളങ്കനായ ഒരു ഭർത്താവ്. ആശിച്ചത് തന്നെ കിട്ടിയെന്ന് ഞാൻ വെറുതെ അഹങ്കരിച്ചു. മക്കളുടെ കണ്ണൊന്നും നിറഞ്ഞ മനസ്സല്ലിയും. അതാണ് എന്റെ ഡാഡിയും മമ്മിയും. എന്തിനാ പാവങ്ങളെ കൂടെ? ക്ഷമിക്കണം, പറ്റിപ്പോയി. മതി, ഒന്നെനിക്കറിയണം. ഈ കാക്കി കൊടുത്ത് ടാങ്കർ ലോറിയുമായി തറവാട്ടിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടോ എന്റെ ഭർത്താവിന്? അങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്കിൽ അതിനുള്ള തന്റെ ഇടം ഉണ്ടാവുമ്പോ ഇനി അങ്ങോട്ട് വന്നാ മതി. കുടിവെള്ള ലോറിയും ഡോക്ടറുടെ കാറും അകത്തെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരെ കൊന്നു? കിളവൻ തട്ടിപ്പോയോന്നൊരു സംശയം. ഓൾഡ് മാൻ. അയ്യോ, എന്താണ് സംഭവിച്ചത്? ഫീസ് അടിച്ചു പോയോ? ഞാനെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് കേട്ടപ്പോ ബോധം കിട്ടു വീണു. അപ്പൊ എന്റെ 50,000 പോയി. അയ്യോ, പ്രഷർ അല്പം കൂടുതലാ. ഒരു സ്ലൈറ്റ് മെന്റൽ ഷോക്ക്. പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. പേടിക്കാനൊന്നുമില്ല. മീറ്റർ അടിച്ച് കണ്ണു തുറന്ന്. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ. നിന്നെ കുടിവെള്ളം പോലും പാക്കറ്റ് കിട്ടുന്ന കാലായത്. ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കുടിവെള്ളം ഒന്നും കൂടെ പറയരുത്. എന്തേ? ഒന്നുമില്ല, ഒരു വല്ലായ്മ. എന്തിനാ വല്ലായ്മ? കുടിവെള്ളവും പ്രാണവായുവും ഇത് രണ്ടും ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിക്കാരൻ എന്റെ ഭർത്താവ് എന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. സത്യം. ഹായ് ഡ്രൈവർ, വരുന്നോ? ഒരു ലിഫ്റ്റ് തരാം. എനിക്ക് സ്വന്തമായിട്ടൊരു 2 വീലർ ഉണ്ടേ. താങ്ക്സ്. പാൽക്കാരൻ പൊയ്ക്കൊള്ളൂ. 4 വീലറിൽ യാത്ര ചെയ്തേ എനിക്ക് ശീലമുള്ളൂ. എന്ത് ചെയ്യാനാ, ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ലല്ലോ. എന്താ മോളെ? എന്താ പ്രശ്നം? ജയദേവന്റെ പേരിൽ വഞ്ചന കുറ്റത്തിന് ഒരു കേസ്. ചീറ്റിംഗ് കേസോ? അതെ, ഒരു പാർട്ടി കൊടുത്ത 5 ലക്ഷം രൂപയുടെ ചെക്ക് ബൗൺസ് ആയി. അറസ്റ്റ് വാറന്റ് ഉണ്ട്. ജയദേവൻ തൽക്കാലം ഒളിവിലാണുള്ളത്. 5 ലക്ഷവും കോമ്പൻസേഷനും പെട്ടെന്ന് കൊടുത്താൽ കേസ് കോംപ്രമൈസ് ചെയ്യാം. ഇത്രയും രൂപ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാനാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എത്രയും വേഗം കേസ് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ സംഗതി വഷളാവും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇത്രയും പണം പെട്ടെന്ന് ഉണ്ടാവണമെങ്കിൽ തറവാട് പണയപ്പെടുത്തിയേ നിവൃത്തിയുള്ളൂ. എന്താ പറഞ്ഞത്? തറവാട് പണയപ്പെടുത്താനോ? എന്താ പണയത്തിനെടുക്കില്ലേ? അലങ്കാരത്തിന് വെച്ച ആനക്കൊമ്പ് പോലെ ഇനി തറവാടിത്തം പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അമ്പാട്ടുകാരനെ രക്ഷിക്കണമെങ്കിൽ തറവാട് പണയപ്പെടുത്തിയേ പറ്റുള്ളൂ. വേണ്ട, തറവാട് പണയപ്പെടുത്തണ്ട. അത് പാവമാണ്. കടം മേടിച്ചായാലും എരന്നായാലും നമുക്കയാളെ രക്ഷിക്കണം. ഇത്രയും കാശ് നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ മക്കളെ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. തികയാത്തേന് ഇവരുടെ കയ്യിലും കഴുത്തിലും എത്രയെന്ന് വെച്ചാ അതുകൂടി വിൽക്കാം. അത് ഞാൻ നിങ്ങൾക്ക് അച്ഛാ, അവരുടെ സ്വർണത്തിന്റെ അളവും തൂക്കവും ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരുടെ മനസ്സ് സ്നേഹവും ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പേടിക്കണ്ട, എത്ര കഷ്ടപ്പെട്ടായാലും ഞങ്ങൾ രക്ഷിക്കും. അയാളോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല. മക്കളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അച്ഛൻ വേദനിക്കരുത് ഒരിക്കലും. മതി മക്കളെ, ധാരാളായി.
ഈ അച്ഛന് സന്തോഷായി. കണ്ടില്ലേ, നമ്മുടെ മക്കളെ കണ്ടില്ലേ? ആൺമക്കളില്ലാതിരുന്നതിന്റെ ദുഃഖമായിരുന്നല്ലോ നിനക്ക്, കിട്ടിയില്ലേ? കേട്ടില്ലേ അച്ഛാ? തറവാടല്ല, മനസ്സാണ് വലുത്. കണ്ടില്ലേ, നമ്മുടെ മക്കള് പറഞ്ഞത് കേട്ടില്ലേ? തൃപ്തിയായി മക്കളെ, ഈ അച്ഛന് തൃപ്തിയായി. ആ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തു. ആ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. നോ, പറഞ്ഞ എമൗണ്ട് എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റില്ല, കാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ശരി. ആ ഓർമ്മയുണ്ടോ? അജയ്. ആ, അപ്പൊ മറന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ 8 വർഷത്തെ ബോംബെ ജീവിതം? ആ, നാട്ടിൽ വന്നപ്പോ താൻ തീർത്തും മര്യാദക്കാരനായി അല്ലേ? ആ, ഇവരെ പരിചയപ്പെടുത്താൻ മറന്നു. मैं हूँ अर्जुन। सलाम वालेकुम, मेरा नाम सलीम। सेठ जी ने आपके बारे में बहुत कुछ बता दिया है। സേഠ് ജി? അതെ, പ്യാർലാൽ സേഠ്. ആ, സത്യത്തിൽ സേഠ്ജിയുടെ ദൗത്യവുമായാണ് ഞങ്ങൾ വന്നത്. എന്താ പ്രശ്നം? ഒരു മർഡർ കേസ്. ഞങ്ങൾ 3 പേര് അതിലെ പ്രതികളാണ്. സേഠ്ജി ഇപ്പൊ ഒളിവിലാണുള്ളത്, വിദേശത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത്. ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ബ്ലഡി വിറ്റ്നസ്, അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ തലവേദന. 29-ാം തീയതിയാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അന്നേ ദിവസം വിറ്റ്നസ് കോടതിയിൽ എത്തരുത്. അത് മാത്രമാണ് ഞങ്ങളുടെ വക്കീലിന്റെ ഏക ഡിമാൻഡ്. ആരാ വിറ്റ്നസ്? ഈ നാട്ടുകാരൻ. തന്നിലൂടെ ഇയാളെ കണ്ടെത്തി കാര്യം തീർക്കാനാണ് സേഠ്ജിയുടെ നിർദ്ദേശം. सेठ जी आपको फोन करेगा। उसका नाम है गोपीनाथन नायर। നല്ലൊരു തുക സേഠ്ജി തനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഏറ്റു. താങ്ക് യു. फिर मिलेंगे। सलाम। ഈ നക്ഷത്രത്തിലൊക്കെ വലിയ സത്യമുണ്ട് സാർ. എന്താ ഗണപതിയുടെ നാള്? ഓ, വേദനിപ്പിക്കല്ലേ സാർ. ആവിട്ടം അവിട്ടം തവിട്ടിലും മുളയ്ക്കുമെന്നാണല്ലോ. ഓ, തറയിലും തറവാട്ടിലും ഒക്കെ നട്ടു നോക്കി, മുളച്ചില്ല. പിന്നെ ഇനി തപ്പിട്ട്. ആ ജാതകത്തിലാണെങ്കിൽ ഒരു വിൻഡോയെ കെട്ടാനാണ് വിധി. വിൻഡോയോ? ആ, വിധവ. വിൻഡോ അല്ല, വിഡോ. ആ, വിടോ എങ്കിൽ വിടോ, എന്തായാലും ലേഡീസ് അല്ലേ സാർ. എത്രയായി? 35. ഡാഡി, മമ്മി, മമ്മി. എന്താ ഡാഡി? എന്താ ഡാഡി? എന്ത് പറ്റി? ഡാഡി, എന്താ പറ്റിയത്? അനുമതി, അവരെത്തി. അവരെ ഞാൻ കണ്ടു. നമ്മുടെ മക്കളെ അവരെ കൊല്ലും. എനിക്ക് പേടിയാണ്. മക്കളെ, എന്താ? എന്തു പറ്റി? എന്റെ മക്കളെ നിങ്ങൾ കാക്കണം. എന്താ പ്രശ്നം? എന്താ മമ്മി? എന്താ കാര്യം എന്ന് വെച്ചാ പറ. പേടിക്കണ്ട, ഒപ്പം ഞങ്ങളില്ലേ. അച്ഛൻ ധൈര്യമായിട്ട് പറയൂ. പറയാം, ഞാനെല്ലാം പറയാം. മുന്നിമോളുടെ മരണം മാത്രമേ എന്റെ മക്കൾക്കറിയൂ. പേടിക്കണ്ടെന്ന് കരുതി മറ്റൊന്നും ഞാൻ ഇവരെ അറിയിച്ചിട്ടില്ല. എന്താടു, എന്തു പറ്റി? മുന്നിമോൾ എത്തിയിട്ടില്ല. ബോസിനെ വിളിച്ചു. അവൾ 5 മണിക്ക് എന്നെ തിരിച്ചു അത്രേ. പിന്നെ അവൾ എവിടെ പോകാനാ? എത്ര വൈകിയാലും എന്റെ മോളിനെ ഫോൺ ചെയ്ത് അറിയിക്കാറുള്ളതാ. എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ലടോ, നമുക്ക് അന്വേഷിക്കാം. 3 ദിവസം കഴിഞ്ഞപ്പോൾ മുന്നിമോൾ പോസ്റ്റ് ചെയ്തൊരു ലെറ്റർ ദിവാകരന് കിട്ടി. സ്റ്റെനോവിനോട് ഒരു ജർമ്മൻ എക്സ്പോർട്ടർക്ക് തോന്നിയ കൗതുകം. ആസൂത്രിതമായി ഒരുക്കിയ ബിസിനസ് കോൺഫറൻസിൽ സേഠ്ജി മുന്നിയെ അയാൾക്ക് കാഴ്ചവെച്ചു. സ്വയം വഞ്ചിതയായപ്പോൾ മുന്നി തന്നെ സ്വീകരിച്ച വഴിയായിരുന്നു ആത്മഹത്യ. നിത്യസംഭവമായ ബോംബെയിൽ ഒരു തെരുവ് പട്ടിയോടുള്ള പരിഗണന പോലും അധികൃതർ കാട്ടിയില്ല. വിറ്റ്നസ് ആവാമെങ്കിൽ കേസ് ചാർജ് ചെയ്യാമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. അങ്ങനെ ഞാൻ വിറ്റ്നസ്സായി.
ഐഡന്റിഫിക്കേഷൻ പരേഡിന്റെ തലേന്ന് രാത്രി അവർ എന്നെ അന്വേഷിച്ചു വന്നു. आप तो गोविंदादा नायर का बीवी है ना? मैं सेठ जी हूँ. नायर किधर है? नहीं आया. അറിയാലോ, നാളെയാണ് ഐഡന്റിഫിക്കേഷൻ പരേഡ്. अगर तेरा पति पुलिस को हमें आइडेंटिफाई किया तो तुम्हारी 4 बेटियों को भी उन्हीं की वही हाल पहुंचा दूंगा. हाँ, याद रखो. Come on.